നാട്ടുവർത്തമാനം വിശദമായി. കാസർഗോഡ് ജില്ലയിൽ കോവിഡിന് പിന്നാലെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നു. മലയോര മേഖലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ്. പനത്തടി, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി കൂടുതലായും റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം ഇതുവരെ 127 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. വേനൽ മഴ ശക്തമായതാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കിയത്. റബ്ബർ, കമുക് കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾക്ക് പെരുകാൻ സഹായമായി. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് മൂലക്കണ്ടത്തെ വീട്ടമ്മ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് രോഗസ്ഥിരീകരണ നിരക്ക് കുറവാണെങ്കിലും അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. കഴിവതും ഈ ഡെങ്കികൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന വീട് തന്നെ ഒരു സോഴ്സായി മാറിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് പലയിടത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡെങ്കി പ്രതിരോധം വീട്ടിൽ നിന്ന് ആരംഭിക്കാം. അതായിരുന്നു ഈ വർഷത്തെ നമ്മളുടെ ഗവൺമെന്റ് സന്ദേശം ശരിക്കും. ഇതിനിടയിൽ ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കി ജില്ലയിൽ ചിക്കൻ ഗുനിയ രോഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിറ്റാരിക്കാൽ സ്വദേശിനിക്കാണ് രോഗം പിടിപെട്ടത്. 2017 അവസാനമായി ജില്ലയിൽ ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത്. വീടും പരിസരവും ശുചിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ നാട്ടുകാരെല്ലാം പങ്കാളികളാകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ മുതൽ 61 പഞ്ചായത്തുകളിലാണ് ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതിനു പുറമെ ജില്ലയിൽ ബ്ലാക്ക് ഫംഗസ് രോഗം കൂടി റിപ്പോർട്ട് ചെയ്തത് ആശങ്ക വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലുള്ള 31 പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്നു മുതൽ 28 പഞ്ചായത്തുകളും ചെർപ്പളശ്ശേരി, ചിറ്റൂർ, തത്തമംഗലം നഗരസഭകൾ കൂടി അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടത്. ഇതോടെ ജില്ലയിലെ 7 നഗരസഭകളിൽ 4 എണ്ണവും 88 പഞ്ചായത്തുകളിൽ 57 എണ്ണവും പൂർണ്ണമായും അടച്ചിടും. ഈ മേഖലകളിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും ഓരോ വഴികൾ മാത്രമേ ഉണ്ടാകൂവെന്ന് അധികൃതർ പറഞ്ഞു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. കോവിഡ് വ്യാപനം കൂടിയതോടെ അട്ടപ്പാടിയിലെ 2 പഞ്ചായത്തുകൾ പൂർണ്ണമായും അടച്ചിടും. ആദിവാസി ഊരുകളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ജില്ലയിൽ ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചു. ന്യൂസ് 18 പാലക്കാട്. കോവിഡ് പടരുന്നതിൽ ആശങ്കയിലാണ് ഇടുക്കിയിലെ തോട്ടം മേഖല. മിക്ക മേഖലകളിലും 30-ന് മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇടുങ്ങിയ താമസ സൗകര്യങ്ങളാണ് കോവിഡ് നിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് അനുമാനം. ബൈസൺമാലി 79, രാജാക്കാട് 40, ഉടുമ്പൻചോല 33, വണ്ടിപ്പെരിയാർ 39 എന്നിങ്ങനെയാണ് പ്രധാന തോട്ടം മേഖലകളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മൂന്നാറിലും പാമ്പാടും പാറയിലും പള്ളിവാസലിലും ചക്കുപള്ളത്തും കേസുകൾ കൂടി വരികയാണ്. തോട്ടം മേഖലയിലെ ജീവിത സാഹചര്യങ്ങളാണ് രോഗവ്യാപനം കൂടാൻ കാരണമെന്നാണ് നിഗമനം. ഒറ്റമുറി ലയത്തിൽ 5ഉം 10ഉം പേർ താമസിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരാൾക്ക് രോഗം വന്നാൽ എല്ലാവരിലേക്കും വ്യാപിക്കും. രോഗലക്ഷണമുണ്ടായാൽ മാറി താമസിക്കാനും സൗകര്യങ്ങളില്ല. പരിശോധനയും വാക്സിനേഷനും കൂട്ടി രോഗവ്യാപനം പിടിച്ചു നിർത്താനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. TPR കൂടുന്ന സ്ഥലത്ത് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ തന്നെ കൂടുതൽ ടെസ്റ്റ് കൂട്ടുന്ന ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നത്. അതുമാണ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് ചില തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചതും രോഗികളുടെ എണ്ണം കൂടാനിടയാക്കി. നിർദ്ദേശങ്ങൾ ലംഘിച്ച തോട്ടങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ജില്ലയിൽ ഓക്സിജൻ സിലിണ്ടർ ക്ഷാമം പരിഹരിക്കാൻ ആസൂത്രണം ചെയ്ത സിലിണ്ടർ ചാലഞ്ച് വിജയത്തിലേക്ക്. ഇതിനോടകം 258 സിലിണ്ടറുകളാണ് ചാലഞ്ചിലൂടെ ലഭിച്ചത്. സാമ്പത്തിക സഹായം എത്തിക്കാൻ അക്കൗണ്ടും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരുവിൽ നിന്നുള്ള ഓക്സിജൻ വിതരണം ദക്ഷിണ കർണാടക തടഞ്ഞതിനെ തുടർന്നാണ് ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ സിലിണ്ടർ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഇതുവരെ 258 ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിച്ചു. വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സിലിണ്ടർ ചലഞ്ചുമായി സഹകരിക്കുന്നുണ്ട്. ബഹ്റൈൻ കേരള സമാജം 60 സിലിണ്ടറുകളും ഓക്സിമീറ്ററുകളും എത്തിച്ചു. ചാലഞ്ചിലേക്ക് ജനാർദ്ദന ഹോസ്പിറ്റൽ 15 സിലിണ്ടറുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് കൈമാറി. ഇനിയും നിരവധി സംഘടനകളും വ്യക്തികളും ചലഞ്ചിൽ പങ്കാളികളാകാമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ചു. ഇപ്പോൾ ഏകദേശം 270ഓളം സിലിണ്ടറുകൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ ജില്ലയിലെ ഓട്ടോമൊബൈൽ വർക്കേഴ്സ് അസോസിയേഷനും അവർ തന്നെ ഒരു 140ഓളം സിലിണ്ടറുകൾ ലഭ്യമാക്കുകയുണ്ടായി. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു നിലയിലേക്ക് തന്നെ ഇതിന്റെ ഫലം കാണുന്നുണ്ട്. വ്യവസായ ആവശ്യത്തിനായി ഉപയോഗിച്ച സിലിണ്ടറുകൾ വൃത്തിയാക്കി ഓക്സിജൻ നിറച്ച് ആശുപത്രികളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ ചലഞ്ചിലേക്ക് സാമ്പത്തിക സഹായം എത്തിക്കാൻ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്.
ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാറിലെ ശിക്ഷക് സദനിൽ ഉള്ള ഡൊമിസിലറി കെയർ സെന്ററിൽ ഓക്സിജൻ വാർഡ് സജ്ജമായി. അവസാനവട്ട പരിശോധനകൾ പൂർത്തിയായി. കോവിഡ് പശ്ചാത്തലത്തിൽ മൂന്നാറിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. അടിയന്തര സാഹചര്യം നേരിടാനുള്ള ക്രമീകരണങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി പഴയ മൂന്നാറിലെ ശിക്ഷാ സദനിലുള്ള ഡൊമിസിലിയറി കെയർ സെന്ററിൽ 20 കിടക്കകളുള്ള ഓക്സിജൻ പാർലർ സജ്ജമാക്കി. ടാറ്റ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. മൂന്നാർ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓക്സിജൻ പാർലർ തയ്യാറാക്കിയത്. ടാറ്റ ജനറൽ ആശുപത്രി ചീഫ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഡേവിഡ് ജോൺ ചെല്ലി, ഡോക്ടർ സജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്രമീകരണങ്ങൾ. കൂടാതെ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ 40 പേർക്ക് നൽകാവുന്ന വിധത്തിലുള്ള ഓക്സിജൻ വാർഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഓക്സിജൻ സിലിണ്ടേഴ്സ് DH ആദ്യഘട്ടത്തിൽ നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ടാറ്റ ഹൈറേഞ്ച് ഹോസ്പിറ്റലാണ് ഒരുക്കുന്നത്. ഈ കാറ്റഗറിയിലുള്ള പേഷ്യൻസ് അത് നമ്മൾ ഇച്ചിരി നേരത്തെ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എളുപ്പം. ചിലപ്പോൾ ചിലത് നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നതായിരിക്കാം. സോ അത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ പാർലർ തുടങ്ങിയത് തന്നെ. അത്യാസന്ന നിലയിലുള്ള രോഗികളെ ആശുപത്രിയിലും ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളെ കെയർ സെന്ററിലും ചികിത്സിക്കും. ന്യൂസ് 18 മൂന്നാർ. വർക്കല മേൽവെട്ടൂരിൽ മോഷണം വ്യാപകമാകുന്നു. അടുത്ത കാലത്തായി നിരവധി വീടുകളിൽ നിന്നായി ലക്ഷങ്ങളുടെ മോഷണമാണ് നടന്നത്. മേൽവെട്ടൂർ കൈറ്റാഫീസിന് സമീപത്തുള്ള 4 വീടുകളിലാണ് മോഷണം നടന്നത്. മേൽവെട്ടൂർ സ്വദേശി സുഗുണന്റെ വീട്ടിൽ നിന്ന് 6 പവനും 6000 രൂപയും നഷ്ടമായി. കൂടാതെ പ്രദേശവാസികളായ ജൈന ശശാങ്കന്റെ വീട്ടിൽ നിന്ന് 23 പവനും 4 വാച്ചും, ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് 37,000 രൂപയും 2.5 പവൻ സ്വർണവും ആണ് നഷ്ടമായത്. ഇതിനു പിന്നാലെയാണ് മേൽവെട്ടൂർ സ്വദേശിനി ശ്യാമളയുടെ 1.5 ലക്ഷം രൂപയും 3.5 പവൻ സ്വർണവും നഷ്ടമായത്. ഈ വീടുകളുമായി അടുത്ത ബന്ധമുള്ള ചിലരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ആരോപണം. എന്നാൽ ഇത്രയും വീടുകളിൽ മോഷണം നടന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. ഞാൻ വെക്കം വന്ന് ഈ 2 പേരെയും പൂട്ടി ഈ മേശയുടെ പുറത്താണ് താക്കോൽ വയ്ക്കുന്നത്. അങ്ങനെ ഈ താക്കോൽ എടുക്കാനായിട്ട് ഈ പെര തുറന്നപ്പോൾ ലൈറ്റും കിടക്കുന്ന, അലമാരയും തുറന്ന് കിടക്കുന്നു. അപ്പം ഈ അലമാരയും മേശയും കട്ടിലും കിടക്കുന്നുണ്ട്. അപ്പുറത്തൊരു കൊച്ചു കതവുണ്ട്. അതിലൊരു സാഷായും ഒരു ഏറുതാളുമാണ് ഉള്ളത്. അതവൾ പകുതിയിൽ തുറന്നു വെച്ചിരുന്നു. ഇവൾ ഒരു വീട്ടിൽ നിന്നല്ല, ഇവൾ ഇപ്പം ഈ വീടും കൂട്ടി 4 വീട്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇവരെല്ലാം. അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ കണ്ടെത്തണമെന്നും വർക്കല MLA വി ജോയ് പറഞ്ഞു. ന്യൂസ് 18 വർക്കല. കാർഷിക കേരളം. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിലെ ഹരിത ഗ്രൂപ്പിന്റെ 2ാം ഘട്ട കൃഷിക്ക് തുടക്കമായി. ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ നടീൽ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മണാശ്ശേരി ഹരിത ഗ്രൂപ്പിന്റെ 2ാം ഘട്ട കാർഷിക പ്രവൃത്തികൾക്ക് തുടക്കമായി. മണാശ്ശേരി മേഖലയിലെ 3 റെസിഡൻസ് അസോസിയേഷനുകളിൽ ഉൾപ്പെടുന്നവരുടെ ഗ്രൂപ്പാണ് ഹരിത. 1.5 ഏക്കർ സ്ഥലത്താണ് മഞ്ഞൾ, ഇഞ്ചി എന്നിവ കൃഷി ചെയ്യുന്നത്. ഇതുകൂടാതെ മറ്റ് കാർഷിക വിളകളായ ചേന, ചേമ്പ്, കപ്പ തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. കാർഷിക സ്വാശ്രയ സംഘങ്ങളൊക്കെ തന്നെ ഈ കാർഷിക മേഖലയിൽ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഓരോ വർഷവും കൃഷിഭവന്റെ ഗവൺമെന്റിന്റെ ഫണ്ട് ഗ്രാന്റ് തന്നെ അവർക്ക് കൊടുക്കാറുണ്ട്. നഗരസഭയിൽ ഇത്തരത്തിൽ നിരവധി കാർഷിക ഗ്രൂപ്പുകൾ ജൈവ കൃഷിക്കായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹരിത ഗ്രൂപ്പിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു. വിഷരഹിത ജൈവ പച്ചക്കറികളും അതുപോലെ തന്നെ ജൈവ ഇഞ്ചി തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് 18 മുക്കം. മിൽമ പാൽ എടുക്കാതെയായതോടെ പ്രതിസന്ധിയിലായ ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി മലപ്പുറം തേഞ്ഞിപ്പലം പഞ്ചായത്ത്. കർഷകരിൽ നിന്ന് പാൽ നേരിട്ട് വാങ്ങുന്നതിനൊപ്പം കോവിഡ് ബാധിതർക്ക് പാൽ സൗജന്യമായും നൽകുകയാണ് പഞ്ചായത്ത്. കോവിഡ് ലോക്ഡൌണിൽ പാലെടുക്കാൻ മിൽമ എത്താതായതോടെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് തേഞ്ഞിപ്പലം പഞ്ചായത്തിന്റെ നടപടി. കർഷകരിൽ നിന്നും പാൽ ഏറ്റെടുക്കുന്നതിനോടൊപ്പം കോവിഡ് രോഗികളുടെ ആരോഗ്യവും ഉറപ്പുവരുത്തുകയാണ് പഞ്ചായത്ത്. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാൽ കോവിഡ് ബാധിതർക്ക് RRT വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് പഞ്ചായത്തിന്റെ കൈത്താങ്ങ് പദ്ധതി. പദ്ധതിയുടെ ഉദ്ഘാടനം MLA P അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു. 2 ദിവസമായിട്ട് മിൽമ പാൽ മുഴുവനായിട്ട് എടുക്കാത്ത കാരണം ഏകദേശം 700 ലിറ്ററോളം പാൽ തേഞ്ഞിപ്പലത്ത് മാത്രം ബാക്കി വന്നിരുന്നു.
ആ പാൽ മുഴുവനായിട്ടും പഞ്ചായത്ത് ഏറ്റെടുക്കുകയും പഞ്ചായത്ത് കോവിഡ് രോഗികളുടെ വീടുകൾ, കോവിഡ് പോസിറ്റീവായ ആളുകളുടെ വീടുകളിൽ RRT മുഖാന്തരം സൗജന്യമായി പാലെത്തിക്കുന്ന പദ്ധതി തുറന്നു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷീരകർഷകരുടെ പ്രശ്നം പരിപൂർണമായിട്ട് തന്നെ തേഞ്ഞിപ്പലത്ത് ഇല്ലാതായി. തേഞ്ഞിപ്പലത്തെ 3 ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാല് വിലക്ക് വാങ്ങുന്നതോടെ 300ഓളം കർഷകർക്കാണ് പഞ്ചായത്ത് കൈത്താങ്ങാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. ലോക്ഡൌണിനെ തുടർന്ന് പാൽ സംഭരണത്തിന് മിൽമ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ക്ഷീരകർഷക മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. കന്നുകാലി പരിപാലനം കടുത്ത വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന കാലത്ത് കോഴിക്കോട് വെള്ളന്നൂരിലെ ക്ഷീരകർഷകൻ ജയാനന്ദന്റെ ഒരു ദിവസത്തെ ജീവിത കാഴ്ചകളിലൂടെ. പുലർച്ചെ 5-നുണരും ജയാനന്ദൻ. പിന്നെ തൊഴുത്തിലേക്ക്. തൊഴുത്ത് വൃത്തിയാക്കിയ ശേഷം 6 മണിയോടെ കറവ തുടങ്ങും. സൊസൈറ്റിയിൽ പാൽ കൊടുത്തു വന്നാലും വെറുതെ ഇരിക്കാനാകില്ല. പുല്ലരിയണം, കാലികളെ കുളിപ്പിക്കണം. കാലിത്തീറ്റയും കാടിവെള്ളവും സമയാസമയം നൽകണം. എന്തു ജോലിയിൽ ഏർപ്പെട്ടാലും തൊഴുത്തിലേക്ക് ശ്രദ്ധയും വേണം. ഉച്ചഭക്ഷണം കഴിച്ചു വന്ന് 2 മണിയോടെ വീണ്ടും കറവ തുടങ്ങും. പാൽ കൊടുത്ത് മടങ്ങിയെത്തുമ്പോഴത്തേക്കും വൈകുന്നേരമാകും. ഇത്രയധികം കഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടുന്നതാകട്ടെ കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള വരുമാനവും. പശുക്കളെ പോറ്റാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് വരാൻ പോവുകയാണ്. ഇങ്ങനെ ആയാൽ എന്നാൽ പശുക്കൾ 4-1 പൈസയും കൂടി മുമ്പ് കിട്ടാത്ത സ്ഥിതിയിലേക്ക് വരികയാണ്. ഇങ്ങനെ വന്നാൽ എന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ആയിരിക്കും. മുമ്പ് ഒന്നും കിട്ടിയില്ലെങ്കിലും പശുക്കൾ തീറ്റ കൊടുക്കാനില്ലാത്ത ഒരു ഗതികളിലേക്ക് വരും. കാലിത്തീറ്റയ്ക്ക് ചാക്കിന് 1400 രൂപ വിലയുണ്ട്. പശു ഒന്നിന് ഒരു മാസം 3 ചാക്കിൽ കുറയാതെ തീറ്റ വേണം. മാസത്തിൽ പരമാവധി വരുമാനം ഒരു പശുവിൽ നിന്ന് 4000 മുതൽ 4500 രൂപ വരെയാണ്. നാടൻ പശുക്കളാണെങ്കിൽ വരുമാനം ഇതിൻ്റെ പകുതിയായി കുറയും. പശുക്കൾക്ക് രോഗം വന്നാലും ബജറ്റാകെ താളം തെറ്റും. പാൽ സംഭരണത്തിന് മിൽമ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ് ജയാനന്ദൻ അടക്കമുള്ള ക്ഷീരകർഷകരുടെ ജീവിതം. ജയാനന്ദന്റെ മാത്രമല്ല ക്ഷീരകർഷകരുടെ ഒരു പൊതു അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ചെയ്യുന്ന പണിക്ക് കൃത്യമായി കൂലി പോലും ലഭിക്കുന്നില്ല. മാത്രമല്ല വലിയ നഷ്ടത്തിലേക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കാറ്റിലും മഴയിലും കാസർഗോഡ് 1.5 കോടിയോളം രൂപയുടെ കൃഷിനാശം. കാസർഗോഡ് ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായത്. കാഞ്ഞങ്ങാട് കൊളവയലിൽ തരിശിട്ട ഭൂമിയിൽ ഇറക്കിയ 7 ഏക്കറോളം പയർ കൃഷി പൂർണ്ണമായും നശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കാസർഗോഡ് 184 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. 2208 കർഷകർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. കാസർഗോഡ് ബ്ലോക്കിൽ മാത്രം 45,83,000 രൂപയുടെ കാർഷിക വിളകൾ നശിച്ചു. നീലേശ്വരത്ത് 38,96,000 രൂപയുടെയും മഞ്ചേശ്വരം ബ്ലോക്കിൽ 19,64,000, പരപ്പയിൽ 17,19,000 രൂപയുടെയും കൃഷിനാശമുണ്ടായി. നാശനഷ്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന കാസർഗോഡ് ബ്ലോക്കിൽ തന്നെയാണ് കൂടുതൽ കർഷകർ ദുരിതത്തിന് ഇരയായിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് കൊളവയലിൽ വർഷങ്ങളായി തരിച്ചിട്ട ഭൂമിയിൽ ജനകീയ കൂട്ടായ്മയിൽ ഇറക്കിയ പയർ കൃഷി പൂർണ്ണമായും നശിച്ചു. വിളവിന് പാകമായ പയർ ചെടികളാണ് ഉപ്പുവെള്ളം കയറി നശിച്ചത്. തണ്ടടക്കം ചീഞ്ഞുപോയ നിലയിലാണ്. വളരെ ആവേശത്തോടെ നമ്മൾ കൃഷി ഇറക്കിയത്. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന കാലവർഷക്കെടുതി വളരെ നിരാശ ഉണ്ടാക്കി. നമുക്ക് വിളവെടുപ്പ് പാകമായ പയറാണ് ഇപ്പോൾ നശിപ്പിച്ചത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചീര, വെണ്ട, ചോളം ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഈ രീതിയിൽ തന്നെ കാലവർഷക്കെടുതിയിൽ പൂർണ്ണമായി നശിച്ചു. ദീർഘകാല വിളകളെയും ഹ്രസ്വകാല വിളകളെയും ഒരുപോലെ കാറ്റും മഴയും ബാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധി കാലഘട്ടത്തിലുണ്ടായ ദുരന്തം വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് വരുത്തിവെച്ചത്. നിരവധി വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. ന്യൂസ് 18 കാസർഗോഡ്. പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിയതോടെ ദുരിതമനുഭവിക്കുകയാണ് മലപ്പുറം പൊന്നാനിയിലെ കർഷകർ. 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക്. തുടർച്ചയായി പെയ്ത മഴയിൽ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കനത്ത മഴയിൽ പൊന്നാനിക്കോളിൽ നെൽകൃഷി പാടെ നശിച്ചിരിക്കുകയാണ്. ഏക്കറിന് 2250 രൂപ വരെ വരുമാനം ലഭിക്കുന്ന 1526 ടൺ നെല്ലാണ് കൊയ്യാനാകാതെ വെള്ളക്കെട്ടിൽ ഉപേക്ഷിച്ചത്. 17 കോൾ പാടങ്ങളിലായി 763 ഏക്കർ നെൽകൃഷിയാണ് വെള്ളം കയറി നശിച്ചത്. വെള്ളത്തിൽ നെല്ല് മുങ്ങിക്കിടക്കുന്നത് കാരണം 4 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. ഇതോടെ ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ. കൊയ്ത്തിനും ഇതുപോലെ ധാരാളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം കൊയ്ത്ത് മെഷീൻ നെല്ല് കയറ്റി കറയ്ക്ക് നെല്ല് ഇറക്കിയതിന് ശേഷം വീണ്ടും കൊയ്യാനായി ഇറങ്ങേണ്ട അവസ്ഥയാണ്.
പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കർഷകർ പുറംകോളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇരട്ടിയിലേറെ വെള്ളം വീണ്ടും പാടശേഖരത്തേക്ക് എത്തുന്നു. നെല്ല് നശിച്ചതിന്റെ കണക്ക് പൊന്നാനി കോൾ സംരക്ഷണ സമിതി കൃഷിവകുപ്പിന് കൈമാറി. കർഷകർക്ക് വേഗത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോൾ വികസന സമിതിയുടെ ആവശ്യം. ന്യൂസ് 18 പൊന്നാനി. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുകയാണ് ആലുവയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ. 500ഓളം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത്. എടത്തല കോളനിപ്പടിയിൽ സാമൂഹ്യ അടുക്കള സ്ഥാപിച്ചാണ് പ്രവർത്തനം. ലഹരിവേട്ടയ്ക്കൊപ്പം രോഗബാധിതർക്ക് 3 നേരം ഭക്ഷണം എത്തിച്ചു നൽകാനും ഇവർ സമയം കണ്ടെത്തുന്നു. ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി യുവധാര പാലിയേറ്റീവ് കെയർ, ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണവുമുണ്ട്. ആലുവയിലെ വിവിധ ഭാഗങ്ങളിലായി 500ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. കോവിഡ് പേഷ്യൻസിന് ഭക്ഷണം എത്തിക്കുന്ന ഒരു പ്രവൃത്തി ഇന്ന് ആലുവ ജീവധാര പാലിയേറ്റീവ് കെയറിന്റെയും GNR റെസിഡൻസ് അസോസിയേഷന്റെയും എക്സൈസ് വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥരും സാമൂഹ്യ അടുക്കളയിലെത്തി പാചകത്തിന് സഹായികളാകുന്നു. കോവിഡ് പ്രതിസന്ധി അടങ്ങും വരെ ഭക്ഷണ വിതരണം തുടരാനാണ് തീരുമാനം. സാമൂഹ്യ അടുക്കളയുടെയും ഭക്ഷണ വിതരണത്തിന്റെയും ഉദ്ഘാടനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാർ നിർവഹിച്ചു. ന്യൂസ് 18 ആലുവ. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ 25 കുടുംബങ്ങൾക്ക് ജീവിതമാർഗമൊരുക്കി ഇടുക്കി ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി. പലഹാരങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്ന തൊഴിൽ സംരംഭം സ്ഥാപിച്ചാണ് മരിയപുരത്തെ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി 25 കുടുംബങ്ങൾക്ക് കൈത്താങ്ങായത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതമാർഗം നിലച്ച നിരവധി കുടുംബങ്ങൾക്കാണ് സംരംഭം ആശ്വാസമാകുന്നത്. ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ പലഹാരം നിർമ്മിച്ചു ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി. ഇടുക്കി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് പദ്ധതിക്ക് പിന്നിൽ. ഇതിലൂടെ 25ഓളം കുടുംബങ്ങൾക്ക് ഉപജീവനത്തിന് സഹായമൊരുക്കി. രാസവസ്തുക്കൾ ചേർക്കാതെയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇവർ പറയുന്നു. ക്വാളിറ്റി കൂട്ടിക്കൊടുത്ത് കച്ചവടം ഉണ്ടാക്കുക, ആളുകൾക്ക് ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അർബുദബാധിതരെ സഹായിക്കുന്നതിനായി സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ള ആശാകിരണം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബേക്കറിയുടെ പ്രവർത്തനം. ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു ഭാഗം സഹായം ആവശ്യമുള്ളവർക്കായി ചെലവഴിക്കുമെന്ന് ഫാദർ മാത്യു തടത്തിൽ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി വാർഡിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. വാർഡ് മെമ്പർ EP അജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. വാർഡിലെ കോവിഡ് രോഗികൾക്കും കുടുംബങ്ങൾക്കും സഹായം എത്തിക്കുകയാണ് കൺട്രോൾ റൂമിന്റെ ലക്ഷ്യം. ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായാണ് കളരിക്കണ്ടിയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നത്. കോവിഡ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക, മരുന്ന് എത്തിച്ചു നൽകുക, നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി സാധനങ്ങൾ എത്തിച്ചു നൽകുക എന്നിവയാണ് പ്രവർത്തനങ്ങൾ. വാർഡിലെ വിവരങ്ങൾ ക്രോഡീകരിച്ച് പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കും. പ്രവർത്തനങ്ങൾക്കായി ജനങ്ങളിൽ നിന്ന് തന്നെയാണ് പണം പിരിക്കുന്നത്. 50,000 രൂപയോളം ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. PPE കിറ്റുകൾ, സാനിറ്റൈസറുകൾ, മരുന്നുകൾ, ഓക്സിമീറ്റർ, വീടുകളും സ്ഥാപനങ്ങളും അണുവിമുക്തമാക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏത് അടിയന്തര ഘട്ടത്തിലും നേരിടാനുള്ള ഒരു സേന തന്നെ ഈ 9ാം വാർഡിനകത്ത് വാർഡ് RRTയുടെ കീഴിൽ ഉണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നല്ല പിന്തുണയാണ് ഈ ഉദ്യമത്തിന് നൽകുന്നത്. ഇതിനുള്ള ഫണ്ട് ഈ വാർഡിനകത്തെ സമാന മനസ്സരായ ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ ഞങ്ങളെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ EP അജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ 4 ഷിഫ്റ്റുകളിലായി 5 പേർ വീതം 20 പേരാണുള്ളത്. ന്യൂസ് 18 കാരശ്ശേരി. ലോക്ഡൌൺ രാത്രികളിൽ കോഴിക്കോട് നഗരത്തിൽ ആരും വിശന്നുറങ്ങാതിരിക്കാൻ പൊതിച്ചോറ് വിതരണവുമായി യുവാക്കളുടെ കൂട്ടായ്മ. കോഴിക്കോട് കോട്ടൂളിലെ യുവധാര പ്രവർത്തകർ ദിവസവും 200ഓളം പേർക്കാണ് പൊതിച്ചോറ് നൽകുന്നത്. കോട്ടൂളിലെ വീടുകളിൽ നിന്നാണ് ഭക്ഷണപ്പൊതികൾ ശേഖരിക്കുന്നത്. സുസ്മിതയും അനിലും ഒരുക്കുന്ന ഈ പൊതികൾ കോഴിക്കോട് നഗരത്തിൽ വിശന്നിരിക്കുന്നവർക്കുള്ളതാണ്. രാത്രി ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക്. കോട്ടുളിയിലെ യുവധാര എന്ന കൂട്ടായ്മയുടെ ആലോചനയായിരുന്നു അത്. നഗരത്തിൽ വിശന്നുറങ്ങുന്നവർക്ക് രാത്രി ഭക്ഷണം. ഇവിടെ അടുത്തുള്ളൊരു കുട്ടി സോഗുല് വന്ന് പറഞ്ഞായിരുന്നു, ചേച്ചി ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പൊതിച്ചോറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കഴിക്കുന്നതിൽ ഒരു ഭാഗമല്ലേ, അതെന്തായാലും കൊടുക്കാമെന്നു. അന്നു മുതൽ ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട്. മൊഫ്യൂസിൽ സ്റ്റാൻഡ്, മാവൂർ റോഡ്, പാളയം തുടങ്ങിയ എല്ലായിടത്തും പൊതിച്ചോറുകളുമായി ഈ കാർ എത്തും. ലോക്ക്ഡൌണിൽ ജോലി പോയ ഹോട്ടൽ ജീവനക്കാർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കുമൊക്കെ വലിയ ആശ്വാസമാണ് ഈ ഭക്ഷണ വിതരണം.
ചില ദിവസങ്ങളിൽ കൊണ്ടുവരുന്ന ഭക്ഷണപ്പൊതികൾ മതിയാകാതെ വരും. തിരിച്ച് കോട്ടുളിക്ക് പോകുന്ന കാർ വീണ്ടും ഭക്ഷണപ്പൊതികളുമായി എത്തും. വിശന്നിരിക്കുന്ന അവസാനത്തെയാൾക്കും ഭക്ഷണം കിട്ടിയെന്ന് ഉറപ്പുവരുത്തും. ഇത് ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഈ തെരുവിലകപ്പെട്ട ആളുകൾക്ക് ഉച്ചയ്ക്ക് ചില സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ ഒരാൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയാൽ പിന്നെ അടുത്ത ദിവസം ഉച്ചയാവണം അവർക്ക് ഭക്ഷണം കിട്ടാൻ. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കൊടുത്താൽ അവർക്ക് രാത്രി വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യുവധാരയുടെ ഭക്ഷണ വിതരണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് കൂടുതൽ പേർ സഹായിക്കാൻ സന്നദ്ധരായി എത്തുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മന്ത്രിയായി MV ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കൂടുതൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മൊറാഴ ഗ്രാമീണ വായനശാല. MV ഗോവിന്ദൻ എന്ന CPM സൈദ്ധാന്തികനെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് ഈ സ്ഥാപനം വഹിച്ചിട്ടുള്ളത്. ഞാൻ MV ഗോവിന്ദൻ മാസ്റ്റർ ആയ ഞാൻ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ MV ഗോവിന്ദൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മൊറാഴയിലെ ഗ്രാമീണ വായനശാല ചരിത്രതാളുകളിൽ ഇടം പിടിക്കുകയാണ്. കുട്ടിയായിരുന്നപ്പോൾ ഇവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു MV ഗോവിന്ദൻ. വായനയുടെ ലോകത്തേക്ക് അങ്ങനെ ചുവടുവെച്ചു. പിന്നീട് വായനശാലയുടെ ലൈബ്രറിയനായി മാറി. നിലവിൽ രക്ഷാധികാരിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മൂലധനം പോലുള്ള പുസ്തകങ്ങൾ പൂർണ്ണമായും വായിച്ച അപൂർവത്തിലുള്ള ആള് ഗോവിന്ദ മാഷ. അപ്പോൾ ഗൗരവതരമായ വായന മാഷിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും മാഷ് പങ്കെടുക്കാറുണ്ട്. ഇന്നും വായനശാലയുടെ എന്തെങ്കിലും വാർഷികം പോലുള്ള പരിപാടികൾ നമ്മുടെ രക്ഷാധികാരിയായിട്ട് മാഷാണ് വരുന്നത്. 1968 സർക്കാരിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് 5 രൂപ നൽകാൻ തീരുമാനിക്കുന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ ഒരു പൊതുപ്രവർത്തകനായി MV ഗോവിന്ദൻ മാറുന്നതിന്റെ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നു ഈ വായനശാലയിൽ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി ചരിത്രതാളുകളിൽ ഇടം പിടിച്ച നാടാണ് മൊറാഴ. സൈദ്ധാന്തിക അടിത്തറയ്ക്കൊപ്പം ഈ നാടിന്റെ വിപ്ലവ വീര്യം കൂടിയാണ് MV ഗോവിന്ദനിലൂടെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പരിലസിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം കരുനാഗപ്പള്ളിയിലെ നന്മ വണ്ടിയുടെ പ്രവർത്തനം 100 ദിവസം പിന്നിട്ടു. പുതിയകാവ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രാതൽ വിതരണമാണ് ഇവർ നടത്തിവരുന്നത്. ഈ വാർത്തയോടുകൂടി നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7 മണിയോടെ പ്രഭാത ഭക്ഷണവുമായി നന്മവണ്ടി ആശുപത്രി മുറ്റത്തെത്തും. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളാണ് രോഗികൾക്കായി ഇവർ ഒരുക്കുന്നത്. കരുനാഗപ്പള്ളി നഗരസഭാ ജീവനക്കാരൻ ബിജു മുഹമ്മദ്, അധ്യാപകനായ അബ്ദുൾ ഷുക്കൂർ, ചെറുകിട വ്യവസായ സംരംഭകനായ സന്തോഷ് തൊടിയൂർ, ഫോട്ടോ സ്റ്റുഡിയോ ഉടമ ഹാരിസ് ഹാരി എന്നീ 4 പേരുടെ മനസ്സിൽ തോന്നിയ ആശയമായിരുന്നു നന്മവണ്ടി. ആദ്യം ഇവരുടെ വരുമാനത്തിന്റെ വിഹിതം കൊണ്ട് ആരംഭിച്ച നന്മവണ്ടിയുടെ പ്രാതൽ വിതരണത്തിന് ഇപ്പോൾ സുമനസ്സുകളും സഹായവുമായി എത്തുന്നുണ്ട്. ഞങ്ങളുടെ ചെറിയ വരുമാനത്തിൽ നിന്നും ഞങ്ങൾ സമാഹരിച്ച തുകയാണ് ആദ്യം ഇതിനായി ഉപയോഗിച്ചത്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ടുകളുണ്ടായി. അങ്ങനെ സ്പോൺസർമാർ ഉണ്ടായി. ഓരോ ദിവസവും ഭക്ഷണത്തിന് സ്പോൺസർമാരുണ്ടായി. ചില ദിവസങ്ങളിൽ സ്പോൺസർമാരില്ലാത്ത ദിവസം ഞങ്ങൾ തന്നെ അത് വഹിക്കുവാൻ തയ്യാറായി. അങ്ങനെയാണിത് മുടങ്ങാതെ ഇന്ന് 100ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സ്പോൺസർമാർ ആരുമില്ലെങ്കിലും ചെലവ് ഇവർ തന്നെ വഹിക്കും. നെഞ്ചുരോഗ ആശുപത്രിയിലെ രോഗികളെ കൂടാതെ ലോക്ക്ഡൌണിൽ ഓച്ചിറ പോലീസിനെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കും കോവിഡ് ബാധിച്ച് വീട്ടിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും പ്രഭാത ഭക്ഷണം ഇവർ എത്തിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ 61 വോളണ്ടിയേഴ്സ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള രാവിലെയുള്ള ഒരു നേരത്തെ ആഹാരം ഇങ്ങനൊരു വോളണ്ടിയേഴ്സ് പ്രവർത്തനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വമേധ മുന്നോട്ട് വന്ന് നമ്മളോടൊപ്പം സഹകരിക്കുന്നതിനും നല്ല ഭക്ഷണം കൊടുക്കുന്നതിനും വലിയ സഹായം ഈ നന്മ വണ്ടിയുടെ പ്രവർത്തകർ ചെയ്തു. കഴിഞ്ഞ വർഷം എയ്ഡ്സ് ബാധിച്ച 19 കുടുംബങ്ങൾക്ക് തുടർച്ചയായി 1 വർഷം ഭക്ഷ്യധാന്യങ്ങൾ നൽകിക്കൊണ്ടാണ് നന്മ വണ്ടി യാത്ര തുടങ്ങിയത്. തുടർന്ന് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെ രാത്രി കടത്തിണ്ണകളിൽ ഉറങ്ങുന്നവർക്ക് അത്താഴപ്പൊതിയും നന്മ വണ്ടിയുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. ന്യൂസ് 18 കരുനാഗപ്പള്ളി.